മുക്കം നഗരത്തിൽ കുടിവെള്ളം മുടങ്ങിയിട്ട് 2 വർഷത്തോളമായിട്ടും നടപടി സ്വീകരിക്കാതെ വാട്ടർ അതോറിറ്റി. കുടിവെള്ളം ലഭിക്കാതായതോടെ വ്യാപാരികളും നാട്ടുകാരും വലിയ ദുരിതത്തിലാണ്. മുക്കം ടൗണിലും പരിസര പ്രദേശങ്ങളിലും വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം മുടങ്ങിയിട്ട് 2 വർഷത്തോളമായി. കുടിവെള്ളം ലഭിക്കാതായതോടെ വ്യാപാരികളും നാട്ടുകാരും വലിയ ദുരിതത്തിലാണ്. വെള്ള വിതരണം മുടങ്ങിയിട്ട് വർഷങ്ങളായെങ്കിലും ബില്ല് കൃത്യമായി വരുന്നുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നു. ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും അടക്കമുള്ള വ്യാപാര സ്ഥാപനങ്ങൾ വൻ വില കൊടുത്താണ് നിലവിൽ വെള്ളം പുറത്തുനിന്ന് വാങ്ങുന്നത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ MLA, മുക്കം നഗരസഭ, ജല അതോറിറ്റി എന്നിവർക്ക് നിരവധി തവണ പരാതി നൽകുകയും നിരവധി പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ യാതൊരു നടപടിയും സ്വീകരിക്കാൻ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല. വലിയ തുകയാണ് വെള്ളത്തിനു വേണ്ടി മുക്കം നഗരത്തിലെ വ്യാപാരികൾ മുടക്കേണ്ടി വരുന്നത്. പലയിടത്തും പൈപ്പുകൾ പൊട്ടുകയും കാലപ്പഴക്കത്താൽ ദ്രവിച്ചതുമാണ് നഗരത്തിലേക്കുള്ള കുടിവെള്ള വിതരണം മുടങ്ങാൻ കാരണമായത്. എന്നാൽ ഇത് മാറ്റിസ്ഥാപിക്കാനുള്ള നടപടികൾ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. കോടികൾ വിനിയോഗിച്ച് നടത്തിയ മുക്കം നഗരസൗന്ദര്യവൽക്കരണത്തിന് മുമ്പ് തന്നെ പൈപ്പുകൾ മാറ്റണമെന്ന് വ്യാപാരികളടക്കമുള്ളവർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് വാട്ടർ അതോറിറ്റി ഇത് നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. നഗരസൗന്ദര്യവൽക്കരണ പ്രവൃത്തി പൂർത്തിയായതിനാൽ റോഡുകൾ വെട്ടിപ്പൊളിക്കാൻ കേരള വാട്ടർ അതോറിറ്റി അനുമതി തേടിയെങ്കിലും ലഭിച്ചില്ലെന്നാണ് വിവരം. പുതിയ റോഡുകൾ വെട്ടിപ്പൊളിക്കുന്നതിലെ അനൗചിത്യം നാട്ടുകാരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പൊട്ടിയ പൈപ്പുകൾ മാറ്റാതെ നഗരത്തിലേക്കുള്ള കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാനും കഴിയില്ല. ഇതോടെ അധികൃതർ തമ്മിലുള്ള ഏകോപനമില്ലായ്മയും ഉദാസീനതയും വീണ്ടും പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലടക്കം കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികൾ നിവേദനം നൽകിയിരുന്നു. പക്ഷേ നടപടി ഉണ്ടായില്ല. നവകേരള സദസ്സിന് ശേഷം പ്രശ്നം പരിഹരിക്കുമെന്ന് MLAയും വ്യാപാരികൾക്ക് ഉറപ്പു നൽകിയിരുന്നു. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.